വിശദമായി കടക്കുമ്പോൾ അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടികളിലേക്ക് സർക്കാർ. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശമുണ്ടായത്. വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുകയായിരുന്നു. സർവീസിൽ കയറിയ ശേഷവും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ലെന്ന് വിമർശിച്ച മുഖ്യമന്ത്രി വകുപ്പ് തല നടപടിക്കും നിർദ്ദേശിച്ചു. ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗും ഫേസ് ഓതന്റിക്കേഷനും നിർബന്ധിതമാക്കാനും തീരുമാനമായി. വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, മുഖ്യമന്ത്രി എന്തായാലും വിളിച്ച യോഗത്തിൽ കർശന നടപടികളിലേക്കാണ് സർക്കാർ കടക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാന തീരുമാനം? സയത്ത് ക്ഷേമ പെൻഷൻ വാങ്ങിയിരുന്ന ചില ആളുകൾ പിന്നീട് സർക്കാർ സർവീസിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് വികലാംഗ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവർ. അങ്ങനെയുള്ള ആളുകൾ സർക്കാർ സർവീസ് വന്ന ശേഷം ശമ്പളത്തിനൊപ്പം ക്ഷേമ പെൻഷൻ വാങ്ങിയതാണ് ഇപ്പോഴത്തെ ഈ 1458 എന്ന നമ്പറിൽ കൂടുതലെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അത്തരക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. അതിനപ്പുറത്തേക്ക് നടപടിയൊന്നും വേണ്ട എന്ന അഭിപ്രായമാണ് ജീവനക്കാരുടെ സംഘടനകൾക്കുള്ളത്. പക്ഷേ അങ്ങനെയല്ല, സർക്കാർ സർവീസ് കയറിയ ശേഷവും പെൻഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ക്ഷേമ പെൻഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അശ്രദ്ധയല്ല അതിന് കാരണം, അത് തട്ടിപ്പ് ആണ് എന്ന അഭിപ്രായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത്. അത് പറഞ്ഞ അദ്ദേഹം ഇന്ന് യോഗത്തിൽ ഈ ഉദ്യോഗസ്ഥരെ വിമർശിച്ചത്. മാത്രമല്ല, ഇവർക്കെതിരെ കർശന നടപടി വേണം, വകുപ്പ് തല നടപടിയടക്കം കർശന നടപടി തന്നെ വേണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകി. ഇത്തരക്കാർക്ക് ഈ പെൻഷൻ പട്ടികയിൽ അനർഹമായി കടന്നുകൂടാൻ, സർക്കാർ സർവീസിൽ ശമ്പളം വാങ്ങുമ്പോഴും ക്ഷേമ പെൻഷൻ കൈപ്പറ്റാൻ ആരാണോ വഴിയൊരുക്കിയത് അതും സ്വാഭാവിക ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചത്. ഇന്നലെ തന്നെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട ധനമന്ത്രി സർക്കാരിനെ സമീപിച്ചിരുന്നു. ആ വിജിലൻസ് അന്വേഷണം ഉണ്ടാകും. അതിനുമപ്പുറത്തേക്ക് ഈ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ്, വാർഷിക മസ്റ്ററിംഗ് ഇപ്പോൾ തന്നെ ഉണ്ട്. അത് നിർബന്ധമാക്കാൻ, കർശനമാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു. മുഴുവൻ പേരെയും മസ്റ്ററിംഗ് നടത്തണം. മാത്രമല്ല, ഈ മസ്റ്ററിംഗ് കൂടുതൽ ശാസ്ത്രീയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. ഫേസ് ഓതന്റിഫിക്കേഷൻ അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ മസ്റ്ററിംഗ് നടത്തണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും സർക്കാർ ഈ പരിശോധന ശക്തമാക്കും. സർക്കാർ ജീവനക്കാരും ഇന്നലെ പുറത്തുവന്ന നഗരസഭയിലെ കോട്ടക്കൽ നഗരസഭയിലെ ആളുകളും മാത്രമല്ല, സംസ്ഥാന വ്യാപകമായ വലിയ രീതിയിലുള്ള ക്രമക്കേട് ക്ഷേമ പെൻഷനിൽ പട്ടികയിലുണ്ട് എന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. 10,000-ലധികം പേർ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്ന വിവരം ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലടക്കം ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചതായാണ് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ പരിശോധന ഉണ്ടാകും. ഈ പട്ടികയിൽ ഉൾപ്പെട്ട സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി ഉണ്ടാകും. വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണോ ആരെങ്കിലും ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്നതെന്ന കാര്യം പരിശോധിക്കും. അങ്ങനെയെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടിയെടുക്കുന്ന നീക്കമാകും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതാണ് തീരുമാനം. എന്തായാലും കർശന നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ യോഗത്തിലുണ്ടായ പൊതുവായ ധാരണ. പെൻഷൻ തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ഒരാളുടെ പേര് പോലും പുറത്തുവിടാതിരിക്കുകയാണ് സർക്കാർ. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച കോട്ടയ്ക്കൽ നഗരസഭയിലെ അനർഹരുടെ പട്ടികയും പുറത്തു വന്നിട്ടില്ല. അനർഹരെ കണ്ടെത്താൻ കൂടുതൽ പരിശോധന നടത്തുമെന്നും ആവശ്യമെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കുമെന്നുമാണ് ധനമന്ത്രി ഇക്കാര്യത്തിൽ നൽകിയ വിശദീകരണം. ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വന്നു. അത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കാനായി ബന്ധപ്പെട്ട ഭരണങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒറ്റ ഇൻറ്റൻഷനുള്ള തെറ്റായ കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല. അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ വകുപ്പുകൾ നോക്കി പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ധനകാര്യ വകുപ്പ് ആ വകുപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട്. മന്ത്രി ഇങ്ങനെ പറയുമ്പോഴും ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ഗസറ്റഡ് ഓഫീസർമാരടക്കം സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയ 1458 സർക്കാർ ഉദ്യോഗസ്ഥർ ആരാണ്? ഇവരുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? അനർഹർ ആരെന്ന് പൊതുജനം അറിയേണ്ടേ? തട്ടിപ്പ് പുറത്തു വന്ന് 3 ദിവസം പിന്നിടുമ്പോഴും പോലീസ് കേസെടുക്കാത്തതിന്റെ കാരണമെന്ത്? രാഷ്ട്രീയ താൽപര്യം ഇതിന് പിന്നിലുണ്ടോ? ചോദ്യങ്ങൾ ഉയരുമ്പോൾ കൃത്യമായ അന്വേഷണം കഴിയാതെ പേരുകൾ പുറത്തുവിടാനാവില്ലെന്ന വിശദീകരണമാണ് സർക്കാരിന്. എന്നാൽ പേര് വിവരങ്ങൾ പുറത്തുവിടാത്തത് പെൻഷൻ കൈപ്പറ്റുന്ന അർഹരായവരെ കൂടി സംശയനിലയിൽ നിർത്തുന്നതാണെന്ന കാര്യത്തിൽ സർക്കാരിനും സംശയമുണ്ടാകാൻ ഇടയില്ല. അതിനിടെ BMW ഉടമ പോലും പെൻഷൻ വാങ്ങുന്ന കോട്ടക്കലിൽ നഗരസഭ തുടർ നടപടികളിലേക്ക് കടന്നു. അനർഹരെന്ന് 2021 ധനവകുപ്പ് കണ്ടെത്തിയ 61 പേരെ നേരിട്ട് കണ്ട് പരിശോധന നടത്തും. ഇക്കാര്യം ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. 63-ൽ 18 പേരെ നേരത്തെ ക്ഷേമ പെൻഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. കോട്ടക്കലിൽ വിജിലൻസ് അന്വേഷണവും സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അന്വേഷണമില്ലാത്തതും ഇരട്ട നീതിയല്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. പ്രതിപക്ഷവും വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ്. രാഷ്ട്രീയം നോക്കാതെ കർശന നടപടിയാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ സർക്കാർ രാഷ്ട്രീയത്തെ കാണരുത്.
ഞാൻ പറഞ്ഞ ശക്തമായിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും. ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടും. കാരണം ഇത്രയും മുന്തിയ വരുമാനമുള്ള ഒരു 1600 രൂപ കൈയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ആര് ചെയ്താലും എക്സ് ഓർ വൈ നടപടിയെടുക്കാൻ സർക്കാർ വൈകരുത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ പെൻഷൻ മുടങ്ങുമ്പോഴാണ് അനർഹർ പെൻഷൻ കൈപ്പറ്റുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആലപ്പുഴ